തമിഴ്നാട്ടിൽ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ സർക്കാർ രൂപീകരിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് വിജയ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടുവെങ്കിലും അനുമതി കൊടുത്തില്ല. ഭൂരിപക്ഷം തെളിയിച്ചാൽ മാത്രമേ അനുമതി നൽകുകയുള്ളൂ എന്നാണ് ഗവർണർ ഇന്നലെ പറഞ്ഞത്. അതോടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയായിരുന്നു. കൂടാതെ തമിഴ്നാട് പോലീസ് നൽകിയ ഇസഡ് കാറ്റഗറി സുരക്ഷയും ഇന്നലെ തമിഴ്നാട് പോലീസ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരം പ്രകാരം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു കാറ്റ് വീശിക്കൊണ്ട് വിജയ് ഒരു നിർണായകമായ ഒരു നീക്കം നടത്താൻ പോവുകയാണ്. അതായത് TVK ഇനി തമിഴ്നാട് ഭരിക്കും. അതായത് ഇന്ന് ഒരു സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ദശകങ്ങളായി നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVK സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ക്ഷണിച്ചു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഗവർണറുമായി നടത്തിയ നിർണായകമായ അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ സംബന്ധിച്ച അനുമതി ലഭിച്ചത്. ഭൂരിപക്ഷം തെളിയിച്ച ശേഷം മാത്രം സത്യപ്രതിജ്ഞ മതി എന്ന മുൻ നിലപാട് ഗവർണർ മാറ്റിയതോടെ ഇന്ന് തന്നെ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടിയാണ് TVK കരുത്ത് കാട്ടിയത്. കേവലം ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണ്ട സാഹചര്യത്തിൽ 5 സീറ്റുകളുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടു പിന്നാലെ 2 സീറ്റുകളുള്ള VCK കൂടി പിന്തുണ അറിയിച്ചതോടെ വിജയ് പക്ഷത്തെ അംഗബലം 115 ഉയർന്നു. ഇനി ഭൂരിപക്ഷത്തിന് വെറും 3 സീറ്റുകളുടെ മാത്രം കുറവാണുള്ളത്. 14 ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാമെന്ന് വിജയുടെ ഉറപ്പിന്മേലാണ് ഗവർണർ ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. TVKയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്ത പക്ഷം സുപ്രീം കോടതിയെ സമീപിക്കാൻ പാർട്ടിയും കോൺഗ്രസും നീക്കം നടക്കുന്നതിനിടയിലാണ് നിർണായകമായ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചകൾ തകൃതിയായി തന്നെ നടക്കുകയാണ്. CPM, CPI എന്നീ പാർട്ടികൾക്ക് വിജയ് പിന്തുണ തേടി കത്ത് നൽകി കഴിഞ്ഞു. NDA സഖ്യകക്ഷിയായ PMKയുമായും അനൌദ്യോഗികമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ പിന്തുണയ്ക്ക് പകരമായി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന PMK നേതാവ് അൻപുരി രാംദോസിന്റെ ആവശ്യം വിജയ് തള്ളിയതായാണ് സൂചന. അതേസമയം പരാജയം സമ്മതിച്ച DMK ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. TVK പിന്തുണയ്ക്കണം എന്ന ആവശ്യം അണ്ണാ DMKയിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും ശക്തമായിട്ടുണ്ട്. ഇത് പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് അതായത് എടപ്പാടിയുടെ മേൽ വലിയൊരു സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. വിജയുടെ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകുമെന്ന വാർത്ത പരന്നതോടെ ചെന്നൈ നഗരം അക്ഷരാർത്ഥത്തിൽ ആരാധകരുടെ ഒരു കടലായി മാറിയിരിക്കുകയാണ്. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില കാത്തുസൂക്ഷിക്കാൻ മറീന ബീച്ചിലും നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലും വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിന് സമാനമായ രീതിയിൽ ഒരു ജെൻസി തലമുറ വലിയ തോതിൽ തെരുവിലിറങ്ങാൻ സാധ്യത ഉണ്ട് എന്ന് തമിഴ്നാട് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് തമിഴ്നാട്ടിൽ ഉടനീളം പോലീസ്. വരും മണിക്കൂറുകൾ തമിഴകത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു ഘടകമായി മാറും.